യേശുവിനെ അറിയോ? നമുക്ക് യേശുവിനെ അറിയാമോ? എല്ലാവരും അങ്ങനെ പറയണം, അറിയാം. എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അത് കൈയോർത്താം. യേശുവിനെ അറിയോ? എന്തെങ്കിലും അനുഭവം ഉണ്ടോ ജീവിതത്തിൽ? നാണക്കെട്ടുണ്ടോ കൈയോർത്താൻ? ഉണ്ട് അല്ലേ? മുഴുവൻ കയർത്താനല്ലേ? മുഴുവൻ നാണവുമില്ല, കൈകാട്ടില്ല. എന്താണെന്നറിയോ? എത്രയോ പേരെ കാണുന്നുണ്ടെന്നറിയോ? യേശുവിനെ വിളിക്കാൻ ആരോഗ്യമുള്ളപ്പോ സുഖമൊക്കെ വിളിക്കണം, അല്ലെങ്കിൽ എപ്പോഴും വിളിക്കേണ്ടി വരും യേശുവിനെ. വെറുതെ പറഞ്ഞല്ല. ഇത്രയും ക്യാൻസർ രോഗികൾ വേദനിച്ചിട്ട് ഹോസ്പിറ്റലിൽ രോഗിയുടെ മക്കളോടെയുണ്ട്, ചോദിച്ചാൽ മതി. വേദനിച്ചിട്ട് ഒരു ഇഞ്ച് പോലും സമയം കളയാതെ, ഒരു മിനിറ്റ് പോലും സമയം കളയാതെ മുഴുവൻ സമയം വേദന കൊണ്ട് സഹിച്ച് കിടക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു പറയുക, നിന്റെ ആരോഗ്യമുള്ള സുഖമുള്ള യേശുവിനെ വിളിക്കണം. ഞാൻ യേശുവിനെ അറിയാമെന്ന് ചോദിച്ചൊരു കാരണമുണ്ട്. യേശുവിന്റെ കൂടെ നടന്ന ആളാണ് പത്രോസ്, അല്ലേ? കൂടെ നടന്ന ആൾ. യേശു ചോദിക്കുക, നോക്കാം, നമ്മൾ കൊച്ചുകുട്ടിയല്ല, അവൻ കളിക്കട്ടെ, അവൻ കൊച്ചുകുട്ടിയ, നോക്കണ്ട, നമ്മൾ അല്പസമയം വരെ കേൾക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞ യേശുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയണം. ഈ പള്ളി വരുമ്പോൾ യേശുവിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നടന്ന, യേശുവിന്റെ അരിമ ശിഷ്യനാണ് പത്രോസ്, അല്ലേ? യേശു ഒരിക്കൽ ചോദിച്ചു, മോനേടാ, നിനക്ക് എന്നോട് സ്നേഹമാടാ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ? ഈ രാത്രിയിൽ ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. എന്റെ യേശു ഒരു വ്യക്തിയാണ്, മറക്കരുത്. പ്രിയമുള്ളവർ, നിങ്ങളുടെ വാങ്ങുന്ന വെറുതെയല്ല, നിങ്ങളുടെ അടുത്ത് ചോദിക്കും, മോളെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ? നമ്മളൊന്നും എഴുതാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷെ യേശുവിന്റെ തൃപ്തിയാണ്. യേശു വീണ്ടും ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ? അപ്പോഴും പറയുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ യേശു ചോദിക്കണം അതല്ല, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹം നിനക്കണ്ട. യേശു പറഞ്ഞൊരു വചനമാണ്, എന്താണെന്നറിയോ? സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ അപ്പുറത്തൊരു സ്നേഹമില്ല. നിന്റെ സുഹൃത്തിന് വേണ്ടി സഹോദരന് വേണ്ടി നിന്റെ ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ അപ്പുറത്തൊരു സ്നേഹമില്ല. എന്താ ജീവൻ അർപ്പിക്കുക? എന്താ? ഒരിക്കല് ഞാൻ ഒരു പത്രത്തിലൊരു കട്ടിങ് വായിച്ചതാണ്. പ്രിയമുള്ളവരെ, ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ കുറെ ഭീകരന്മാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അവൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ പോലീസിൽ പരാതി നൽകി കോടതിയിൽ വിചാരണ നടത്തുക. കോടതിയിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ കൂടെ ആരുള്ള പാവപ്പെട്ട പെൺകുട്ടി. ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ഉപദ്രവിക്കുവാൻ വേണ്ടി കത്തിയുമായി ഓടിക്കുക. അവൾ ഓടി ഓരോ വീടും മാറി ഓടി, വളരെ വേഗത്തിൽ ആരോഗ്യമുള്ളത് ഓടി. പക്ഷെ പുറത്ത് 3-4 ചെറുപ്പക്കാർ കത്തിയുമായിട്ട് ഓടും. ഓടി വരുമ്പോ ഓരോ വീടും തട്ടി നോക്കി, ആരുമില്ല. ഒറ്റയ്ക്കാണ് ഓടണേ, കൂടെ ആരുമില്ല. ഒരൊറ്റ വാതിൽ പോലും തുറന്നില്ല. എന്താവോ തുറക്കാത്തെന്താ? എല്ലാവർക്കും പേടി, എവരെങ്കിലും എന്നെയാണ് ആക്രമിക്കല്, അല്ലേ? ശരിയല്ലേ? നമ്മളും ഇങ്ങനെ തന്നെ, ശരിയല്ലേ? സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ മറ്റു സ്നേഹിക്കുന്നത്. നമുക്ക് എന്തായാലും മരിച്ചേ പറ്റൂ, അല്ലേ? ശരിയല്ലേ? എന്തായാലും മരിക്കണം. മരണം ജീവിതത്തിൽ ഉറപ്പാ. ഇപ്പൊ തീരണേ. ദൈവത്തിന് ഒരു നന്മ ചെയ്തിട്ടെങ്കിൽ മരിക്കാൻ വേണ്ടി മരിക്കേണ്ടത് പറ്റുമോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, യേശുവിനെ നിങ്ങൾക്ക് അറിയോ? യേശുവിനെ അറിയാൻ ചോദിച്ചാൽ അതുകൊണ്ടാ. നമ്മൾ ആലയത്തിൽ വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ പറയും, നിങ്ങൾ യേശുവിന് എച്ചിട്ട് കൊടുക്കല്ലേ? മനസ്സിലായോ? എന്താ മനസ്സിലായോ? എന്റെ ജീവിതത്തിന്റെ സമയം, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് മിച്ച സമയമുണ്ട് യേശുവിന്. പ്രാർത്ഥിക്കാൻ വേണ്ടി സമയമില്ല. ഞാൻ കുറ്റപ്പെടുത്തിയല്ല പ്രിയമുള്ളവർ, ഈ ആലയത്തിന് വന്നത് വെറുതെ ആവരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈസി ആയിട്ട് നടന്നു പോകണമെങ്കിൽ യേശുവിന് നിങ്ങൾ 1-ാം സ്ഥാനം കൊടുക്കുക. രാവിലെ ഉണർന്ന ഉടനെ ആദ്യം മുട്ടും യേശുവിന്റെ മുമ്പിൽ, ദൈവമേ, ഈ ദിവസം തന്നതിനോർത്ത് നന്ദി. കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങുമ്പോ എന്റെ മൂക്കിലൂടെ ശ്വാസത്തിലേക്ക് വലിക്കുവാനും പുറത്തേക്ക് വിടുവാനും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഓരോ അവയവങ്ങളും സമയാസമയം കൃത്യമായി പ്രവർത്തിപ്പിക്കുവാനും എന്റെ ദൈവം അനുവദിച്ചതിനോർത്ത് നന്ദി പറഞ്ഞിട്ട് ഓരോ പ്രവൃത്തികൾക്ക് തോന്നുന്നു. ദൈവം എന്നെ തള്ളിക്കളയില്ല, ഒരിക്കലും ദൈവം ഉപേക്ഷിക്കില്ല. ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് പോവുകയല്ല. പക്ഷെ സാത്താൻ എന്നെ സമ്മതിക്കില്ല. പ്രശ്നമാണ് വേറെ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ തിരക്കിട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴും ബിസി, ഒരു സമയമില്ല, എപ്പോഴും അസ്വസ്ഥത.
തീരുന്നില്ല, പണിത് തീരുന്നില്ല, എല്ലാം ബുദ്ധിമുട്ടാണ്. എനിക്കൊരു കായലിന് അക്കരയ്ക്ക് പോകണം, എനിക്ക് കായലിന്റെ ഇക്കരയൊന്ന് നീന്തി അക്കരയ്ക്ക് പോകാം, പക്ഷെ ബോട്ടുണ്ട്, ബോട്ടിൽ കയറി പോകാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഈ ബോട്ടിൽ കയറി പോകുന്ന അനുഭവം ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നീന്തി അക്കരയ്ക്ക് പോകണം. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഇതുപോലെയാണ്. ജീവിതത്തിലെ കുഞ്ഞു കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ ഇതുപോലെയാണ്. യേശുവിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്തു നോക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞുകൊണ്ട് പോവുകയല്ല, അനുഭവിച്ചതുകൊണ്ട് മനേ മക്കളുടെ ജീവിതം അറിഞ്ഞതുകൊണ്ട് പറയുകയാണ്. ദൈവം നിങ്ങളുടെ അക്കരത്തേക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും സുഗമമായി ചെയ്യുവാൻ യേശു സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് കൈ ഉയർത്താൻ പറയുന്നത് ഈ കൊച്ചുമക്കളൊക്കെ അപ്പന്റെ മുമ്പിൽ കൈ ഉയർത്തിക്കും അല്ലേ? എപ്പോഴാണ് കൈ ഉയർത്തുന്നതെന്നറിയോ? ഒന്നുമില്ലാതെ നിഷ്കളങ്കരായി കരഞ്ഞ് ആരുമില്ലാതെ എന്റെ അപ്പൻ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ വരുമ്പോ കൈ ഉയർത്തും. അറിയാൻ പോകും, അടുത്ത ആരെങ്കിലും നോക്കില്ല, ഒരു നാണം ഉണ്ടാവില്ല. പിന്നെ അടുത്തിരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ ജീവിതം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പാട്ട് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുള്ളപ്പോ, ചിരിയുള്ളപ്പോ, പുഞ്ചിരിയുള്ളപ്പോ 1000 പേർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോ നിങ്ങളുടെ നിഴൽ മാത്രമേ ഉണ്ടാവും നിങ്ങളോടൊപ്പം കരയാൻ. നിങ്ങളുടെ നിഴൽ മാത്രം. നിങ്ങൾ ഒറ്റപ്പെടുമ്പോ, നിങ്ങൾ സമൂഹത്തിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിൽക്കൂലേ? നിങ്ങളോടൊപ്പം കരയാൻ നിങ്ങളുടെ നിഴൽ മാത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തു ചോദിച്ചു, മോനെ നിന്നെ സ്നേഹിക്കുന്നുണ്ടടാ? കർത്താവേ. അവസാനം പത്രോസ് പൊട്ടിക്കരഞ്ഞു, കർത്താവേ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഡൽഹിയിലെ പെൺകുട്ടിയെ റോഡിലിട്ട് കുത്തിക്കൊന്നു. 3-4 പേര് ഒരു കത്തി ഉപയോഗിച്ച് കുത്തിക്കൊന്നു. കുത്തി മരിച്ചു വീണു. അവൻ നെഞ്ചിൽ കുത്തിയിട്ട് റോഡിലൂടെ നടന്ന സംഭവം, നടന്ന കാര്യം. എന്തുകൊണ്ട് എല്ലാവരും വാതിൽ കൂട്ടിയെ? എന്റെ മോളാണെന്ന് കരുതിയില്ല. യേശു പറഞ്ഞതാ, മക്കളെ അവൻ എന്റെ മോളാണെന്ന് കരുതി വീടാ, നിന്റെ മോളാണ്. എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല? അവിടെയാ യേശുവിടെ. അതുകൊണ്ട് ഞാൻ ചോദിച്ചേ, യേശുവിനെ അറിയോ ഞാൻ ചോദിച്ചേ. ഹല്ലേലൂയ. നിങ്ങളുടെ കുരിശ് കാണാം അല്ലെ? ക്രൂശിന്റെ മൊഴികളൊക്കെ ധ്യാനിക്കാനുള്ള ദിവസങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുരിശ് കാണാം, നല്ല പച്ച ലൈറ്റ് കേട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ക്രൂശ് നോക്കും, എല്ലാ പണിയിലും കുരിശുണ്ട്. ഈ കുരിശ് എന്താ നമ്മോട് വിളിച്ച് പറയണേ? കുരിശ് നമ്മോട് പറയണേ എന്താ? 2 തടികഷ്ണമാണ് അല്ലെ? ഒരു വലിയ തടികഷ്ണം, ഒരു ചെറിയ തടികഷ്ണം പുതിയ വെച്ചതാണ് കുരിശ്. നമ്മൾ കാണാത്ത ഈ വലിയ തടികഷ്ണം എന്താ പറയണത് നമ്മളോട്? യേശുവിനോട് ഒരു വൈദികൻ വചനമല്ല പറയണേ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വൈദികൻ എന്നാ പറയുന്നത്. അച്ഛൻ, പള്ളിയിലെ അച്ഛൻ. എല്ലാവരും കർത്താവിനോട് ക്വസ്റ്റ്യൻ ചോദിച്ച് തളർന്നു. എല്ലാം ഒരു ഉത്തരവും കർത്താവ് മുട്ടിയില്ല. എല്ലാ ഉത്തരവും യേശു പറഞ്ഞു. അവസാനം ഒരു വൈദികൻ നേരിട്ട് വന്ന് ചോദിക്കുകയാണ്, യേശുവേ ഒരുപാട് കൽപ്പനകൾ നീ പറഞ്ഞിട്ടില്ലേ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ഒരുപാട് കൽപ്പന നീ പറഞ്ഞിട്ടില്ലേ? ഒരുപാട് ഉപദേശം പറഞ്ഞിട്ടില്ലേ? യേശു ഗുളിക രൂപത്തിൽ ഗുളിക കൊടുക്കുന്നത് പോലെ, രോഗിക്ക് ഗുളിക കൊടുക്കുന്നത് പോലെ യേശു കൊടുത്തു. കൊച്ചുമക്കളെ കളിക്കട്ടെ, എല്ലാവരും നോക്കിയേ, അവരുടെ കളികളുണ്ടാൽ നമ്മുടെ പ്രസംഗം പോകും. അതൊരു തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനം. അവൻ കളിക്കട്ടെ, അവന്റെ നാട്ടില്. ഹല്ലേലൂയ, കരവത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് ചോദിക്കുക, വൈദികൻ ചോദിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? അപ്പൊ യേശു പറഞ്ഞു, പ്രധാനപ്പെട്ട കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അല്ലെ? ശരിയല്ലേ? ഹല്ലേലൂയ. ഈ നെടിയ തൂണ്, ഈ നെടിയ കമ്പിൽ കുരിശിനെ ഞാനും ദൈവമായിട്ടുള്ള ബന്ധമാണ്. എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. രണ്ടാമത് കർത്താവ് പറഞ്ഞു, രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേ? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അത് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു. കൂട്ടുകാരനായ സ്വന്തം ജീവനെ കൊടുക്കുന്നവനാ കൂട്ടുകാരൻ. കൂട്ടുകാരന് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാ ഫ്രണ്ട്. ഹല്ലേലൂയ. അവശ്യഘട്ടങ്ങളിൽ ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന കൂട്ടുകാരൻ. ഹല്ലേലൂയ. അതായി കുരിശ് നമ്മളോട് വിളിച്ചു പറയുന്നു. ഒരു നെടിയ തോടും ഒരു കുരിയും യേശുവിനോട് കുരിശ് ഇങ്ങനെ കൈവിരിച്ച് യേശുവിനോട്, ദൈവത്തോടുള്ള ഒരു ബന്ധവും മനുഷ്യരോടുള്ള ബന്ധവും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒന്നാമതായിട്ട് ഈ നെടിയ തോടും ഞാനും എന്റെ യേശുവുമായിട്ടുള്ള ബന്ധം. ഫസ്റ്റ്, ഒന്നാമത്. രണ്ടാമതായിട്ട് എന്റെ സമൂഹമായിട്ടുള്ള ബന്ധം, എന്റെ അയൽപക്കങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ സഹോദരങ്ങൾ, അവരുമായിട്ടുള്ള ബന്ധം.
അതുകൊണ്ട് യേശു പറഞ്ഞ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അല്ലെ? മത്തായി സുവിശേഷം 5:13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പ് കറികളെല്ലാം ആവശ്യത്തിന് മാത്രമേ ചേർക്കാം, കൂടുതൽ ചേർത്താൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് യേശു പറയുന്നത് ഉപ്പിന് കാരമില്ലാതെ പോയി പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം? ചില മനുഷ്യനെ കേട്ടിട്ടില്ലേ? ഒരു മനുഷ്യൻ പൈനാപ്പിൾ കച്ചവടം ചെയ്ത ഒരു സഹോദരൻ, ആ സഹോദരൻ പൈനാപ്പിൾ കച്ചവടം ചെയ്ത് ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റിയെങ്കിൽ കോടീശ്വരൻ ഒരു സമയമില്ല. ഇദ്ദേഹത്തിന്റെ സാക്ഷി ഞാൻ കേട്ടതാണ്. പ്രിയമുള്ളവരെ, മകൾ ദൂരെ ഒരു ഹോസ്റ്റൽ പഠിക്കുന്നു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ മകൾക്കൊരു വയറുവേദന, വീട്ടിലേക്ക് വന്നു. പരിശോധനയിൽ ക്യാൻസർ എന്ന് മനസ്സിലായി. പരിശോധനയ്ക്ക് കൊണ്ടുപോയി 3rd സ്റ്റേജായി, 4th സ്റ്റേജായി. മകള് രക്ഷപ്പെടുമോ എന്നൊന്നും അറിയില്ല. തകർന്നു, എല്ലാം തകർന്നു. അദ്ദേഹം പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓട്ടമാണ്, ഒരു റബ്ബർ പാൽ ഓടിച്ചതുപോലുള്ള ഓട്ടമാണ്, തുള്ളലാണ്. രാത്രി വരെ ഉറങ്ങാൻ പോലും സമയമില്ല. അത്രമാത്രം ഈ ബിസിനസ്, ഇങ്ങനെ പൈനാപ്പിൾ കയറ്റി മറ്റു രാജ്യങ്ങളിൽ അയക്കുന്ന ജോലി. എന്റെ തുള്ളൽ അവിടെ തീർന്നു ബ്രദറെ, എന്റെ തുള്ളലുണ്ടല്ലോ, അതുവരെ എനിക്ക് സമയമില്ല. ഓട്ടോമാറ്റിക് ഒരുപാട് ലക്ഷങ്ങളാണ് വന്നു കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ലക്ഷങ്ങൾക്കൊന്നും ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. എന്റെ ലക്ഷങ്ങൾക്കും കോടികൾക്കൊന്നും എന്റെ മകളെ സുഖപ്പെടുത്തുവാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. യേശുവിന്റെ കാൽ കീഴില് പാതപിടത്തിൽ കൊണ്ടിരുത്തി. എന്റെ സാഹചര്യം മാറി. അതിനുശേഷം എന്റെ പള്ളി ആരാധന ഞാൻ മുടക്കിയിട്ടില്ല. എന്റെ മകൾക്ക് യേശു സുഖം നൽകി, പക്ഷെ എന്റെ പള്ളി ആരാധന ഞാൻ മുടക്കിയിട്ടില്ല. ആ കോടികൾ എനിക്ക് എന്തിനാ ആവശ്യത്തിന് വേണം? എനിക്ക് ആവശ്യത്തിന് ജീവിക്കാൻ പോരായിരുന്നോ? ഞാൻ എന്തിനാ ഓടിയെ? ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാമത് യേശുവിന്റെ സ്ഥാനം. ഞാനും എന്റെ ദൈവമായിട്ടുള്ള ബന്ധം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ എന്റെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം. രണ്ടാമതായിട്ട് മത്തായി സുവിശേഷം 7:24 മുതൽ ഇന്ന് വായിച്ച ഭാഗത്തോടെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ വിളിക്കുന്നതിലല്ല. നമ്മുടെ കാര്യം എപ്പോഴും യേശുവിനെ വിളിക്കും. ചുള്ളിലൊന്നും ഇല്ലെന്നേ. എപ്പോ തോന്നിയാൽ യേശുവിനെ വിളിക്കും. എന്റെ ഇഷ്ടം ചെയ്യുന്നവനാ എന്റെ മോൻ, എന്റെ മകൾ. യേശു എന്ന് പറഞ്ഞ കുറ്റപ്പെടുത്തുകയല്ല. എന്റെ കർത്താവെ എപ്പോഴും പറഞ്ഞാലും യേശുവെ യേശുവെ പറഞ്ഞുകൊണ്ടിരിക്കും. യേശു പറയുക, എന്റെ കർത്താവെ കർത്താവെ വിളിക്കുന്നവനല്ല, എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ മകനാ, എന്റെ മകളാ. ഹല്ലേലൂയ. ഞാൻ പലയിടത്തും പറയുന്ന ഒരു ഉദാഹരണം, ഞാൻ പാഠശാലയിൽ നിന്നും മുമ്പ് ഞാൻ കന്റോൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ കാറിൽ പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, മാനരാവതി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, തിക്കും തിരക്കും ഒറ്റ വണ്ടിക്ക് പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ എപ്പോഴും ബ്ലോക്കായി കിടക്കും. വിഴിഞ്ഞത്തുനിന്ന് കാട്ടാക്കടയ്ക്ക് പോകുന്ന വണ്ടികൾ, അതുപോലെ പാഠശാല ഭാഗത്ത് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വണ്ടികൾ, ഇങ്ങനെ ഒരു പ്ലസ് പോയിന്റ്. അവിടെ ഇങ്ങനെ എപ്പോഴും വണ്ടികളാണ്, ഭയങ്കര തിരക്കാണ്. ഒരു ദിവസം നോക്കുമ്പോ ഒരു ബൈക്കിന് പോലും ഇടയ്ക്ക് കയറ്റാൻ പറ്റാത്ത ഗ്യാപ്പിലും എല്ലാ വണ്ടി കുത്തിക്കയറ്റി ഞെരുക്കി വെച്ചിരിക്കുക. ഒറ്റ വണ്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ആ സമയമാണ് ഗിയോ വിളിച്ചിട്ട് ഒരു ആംബുലൻസ് തന്നെ. ആംബുലൻസ് തന്നെ. ഈ ആംബുലൻസ് വന്നപ്പോ എങ്ങനെ വഴി ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഒരൊറ്റ വണ്ടിക്ക് മുമ്പ് പോകാൻ പറ്റത്തില്ല, അത്ര തിരക്കാണ്. ഒരു ആംബുലൻസ് വരുന്ന സമയത്ത് മറ്റു വണ്ടികൾ ഒതുക്കി കൊടുത്തു, ഈ ആംബുലൻസ് മുമ്പോട്ട് പോകാൻ സാധിച്ചു. പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, ചുമ്മാ പറയരുത്, ഞാൻ ഉള്ളിലൂടെ പറയുക, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോ നിങ്ങളിൽ യേശു ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തിക്കുക. എത്ര തടസ്സം വന്നോട്ടെ, നിങ്ങളുടെ കാര്യങ്ങൾക്ക്, നിങ്ങളുടെ മകളുടെ കാര്യങ്ങൾക്ക്, മകന്റെ കാര്യങ്ങൾക്ക് എന്ത് തടസ്സം വന്നോട്ടെ, എത്ര തടസ്സം ഇട്ടാലും നേരിട്ടാലും ദൈവം നിങ്ങളെ കടത്തിവിട്ടു. ഉറപ്പിച്ചു പറയുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്നെ കർത്താവെ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയല്ല. യേശു പറഞ്ഞ എന്റെ ഇഷ്ടം ചെയ്യണം മക്കളെ. യേശു പറഞ്ഞ ഇഷ്ടം എന്തൊക്കെയാ? യേശുവിന്റെ ഇഷ്ടം എന്താ? യേശുവിന്റെ ഇഷ്ടം പരസ്പരം സ്നേഹിക്കുക, ഒരു ശത്രുവിനെ സ്നേഹിക്കുക, അല്ലെ? ദാഹിക്കുന്നവർ കുടിക്കാൻ കൊടുക്കുക. സമയമില്ല, നമുക്ക് സമയമില്ല. നമ്മൾ ഓടുകയാണ്, നമ്മളിങ്ങനെ ഓടുകയാണ്, വീണ്ടും വീണ്ടും കാര്യങ്ങൾ ഓടുകയാണ്. നിങ്ങളുടെ ഓട്ടത്തിനൊരു ശമനം ഉണ്ടാക്കും ദൈവം. പക്ഷെ കാര്യങ്ങൾ നടക്കും. ഉറപ്പിച്ചു പറയും.
നിങ്ങളെ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ല. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലെന്നേ. യേശു നിങ്ങളെ ഉണ്ടെങ്കിൽ. പക്ഷെ സാത്താൻ നിങ്ങളെ സമ്മതിക്കുന്നില്ല. ഉറപ്പിച്ചു പറയും, എന്താ സത്യമില്ല. രാവിലെ എണീക്കുമ്പോ പ്രാർത്ഥിക്കണമെന്നും ബൈബിൾ വായിക്കണമെന്നൊക്കെ ഉണ്ട്, പറ്റുന്നില്ല. പഠിക്കുന്ന മക്കളോട് ഞാൻ പറയുമ്പോ, ഒരുപക്ഷെ MBBS-നോ MD-ക്കോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനോ ഒക്കെ പഠിക്കുന്ന പല കുട്ടികളുണ്ടല്ലോ, പരീക്ഷയ്ക്ക് ഒരുക്കുന്നവർ പഠിക്കുന്ന മക്കളോടൊക്കെ പറയുമ്പോൾ അവർക്ക് സമയമില്ല. നമ്മളെന്റെ മക്കളെ ബൈബിൾ വായിക്കണം കേട്ടോ. പക്ഷെ വായിക്കാൻ തോന്നുന്നില്ല. ഈ തോന്നാത്ത കാരണം എന്താ? തോന്നാത്ത കാര്യം പറഞ്ഞ ഇവിടെ ഒരു പൈശാചിക ബന്ധനമാണ്. വെറുതെ പറയല്ല. യേശു നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മധ്യത്തിൽ ഒരു മനുഷ്യനായി നിൽക്കുന്നത് പോലെ സാത്താനും ഒരു മനുഷ്യനായി നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ഉറപ്പിച്ചു പറയാം, സത്യമാണ്. പല ശാസ്ത്രങ്ങളും തെളിയിച്ച കാര്യമാണ്. ഇവിടെ തിന്മയുണ്ട്, നന്മയുണ്ട്. പ്രിയമുള്ളവരെ, വടിയെടുത്ത് അടിച്ച് ഓടിച്ച് സാത്താൻ ഓടിക്കാൻ പറ്റില്ല. തോന്നലാണ്. ഇരുട്ട് മാറണമെങ്കിൽ എന്ത് വരണം? വിളിച്ചു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണോ? യേശു പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലെ കുറ്റാകൂലി ഇരുട്ട് മാറണമെങ്കിൽ ആര് വരണം? യേശു വരണം. യേശു വരുമ്പോ ഇരുട്ട് മാറിപ്പോകും. യേശു വരുമ്പോ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് പോകും. 7-ാം 24 മുതൽ നോക്കാം. ഞാൻ പറയില്ല, അവന്റെ പ്രായമല്ല. നമ്മുടെ കുഞ്ഞിലെ അതുപോലെ എന്നെക്കാൾ അപ്പുറമായിരുന്നു. നമ്മൾ ഈ ബെഞ്ചിന്റെ മതിയൊക്കെ മതിയൊക്കെ അല്ലെ അമ്മ ചോദിച്ച മറുപടി. ഹല്ലേലൂയ. ഞങ്ങൾ മത്തായി സുവിശേഷം 7-ാം 24 മുതൽ വായിച്ചത് അല്ലെ, മകള് വായിച്ചത്. അപ്പോ അവിടെ എഴുതിക്കുന്ന അടുത്ത ഭാഗം, നിങ്ങൾ പാറമേൽ ഭവനം പണിയണം. അല്ലെ, ശരിയല്ലേ? അങ്ങനെ എഴുതിയത്. ഒരാള് പാറമേൽ ഭവനം പണിതു, ഒരാള് മണലിന്മേൽ ഭവനം പണിതു. എങ്ങനെയാ? ഒരാള് പാറമേൽ ഭവനം പണിതു, ഒരാള് മണലിന്മേൽ ഭവനം പണിതു. വലിയ കാറ്റടിച്ചു, വലിയ മഴ പെയ്തു. കാറ്റടിച്ചു, മഴ പെയ്തു. അന്ന് പെരുവെള്ളം കൂടിയപ്പോ മണലിന്മേൽ പണിത ഭവനം എന്ത് ചെയ്തു? വീണു. ഹല്ലേലൂയ. രണ്ടുപേരും ഭവനം പണിതു. നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാ? നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുകയാണ്. ഞാൻ ഒരു വീട്ടിൽ, ഒരു വലിയ കല്യാണ വീട്, അയാളെ വീട്ടിൽ കല്യാണം എന്ന് പറയുമ്പോ മണ്ഡപത്തിൽ കല്യാണം നടത്താത്ത എല്ലാ സാഹചര്യങ്ങളുണ്ട്. ഒരു വലിയ പറമ്പ് മുഴുവൻ വലിയ പന്തലിട്ടിട്ട് ഒരു വലിയ കല്യാണം നടക്കുകയാണ്. നടക്കുന്ന കാര്യം പറഞ്ഞത് എല്ലാ വിശിഷ്ട ഭോജ്യങ്ങളും മുഴുവൻ ആ കല്യാണ പന്തലുണ്ട്. എന്ത് വേണമെങ്കിലും കഴിയാം. മഴയുണ്ടായിരുന്നു. പ്രിയമുള്ള ഈ മഴ സമയത്ത് ആ കല്യാണമായിട്ട് ഞാൻ ചെല്ലുമ്പോ ഞാൻ കാണുന്ന കാഴ്ച, ഈ ചെറിയ ഈയൽപ്പക്കി ഉണ്ടല്ലോ, ഈയൽപ്പക്കി കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ട്, അവിടെ ഉണ്ട് ഈയൽപ്പക്കി. ഈ മഴയത്ത് അങ്ങോട്ട് ഇറങ്ങി ഒരൊറ്റ മനുഷ്യന് സ്വസ്ഥമായിരുന്ന ആഹാരം കഴിക്കാൻ കഴിയില്ല. ഒരൊറ്റ മനുഷ്യൻ. ഞാൻ കുഞ്ഞു കാര്യമാണ്. നിങ്ങളിലേക്ക് ഭയങ്കര വലിയ സംഭവം. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു കാര്യം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ല, ദൈവത്തെ കൂടാതെ എന്ത് നേടുന്നോ, എന്ത് ചെയ്യുന്നോ അത് വിജയപ്രദമാകുന്നത്. ഞാൻ ചെറിയ എക്സാമ്പിൾ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ പറയുക. 9 മണി വരെ, ഈ 7 മണി മുതൽ 9 മണി വരെ ഈയൽപ്പറ്റി ഒന്ന് ശാന്തമാവില്ല. വരുന്ന മനുഷ്യൻ മുഴുവൻ കുറ്റം പറഞ്ഞ് ചില കുട്ടികളൊക്കെയാണ്, കുട്ടികളെ മുതിർന്നവരും പേപ്പർ എണ്ണയിലൊക്കെ മുക്കി ഇങ്ങനെ ലൈറ്റ് കമ്പിൽ കൂടെ കെട്ടി തുറക്കുന്നു. ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഈ ഭക്ഷണത്തിന് ഇങ്ങനെ വേണം, അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കുഞ്ഞു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു പൈശാചിക ബന്ധമാണ്. ഇതിനെ കെട്ടണമെങ്കിൽ നിങ്ങൾ അതിന്റെ മുമ്പിൽ കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടങ്ങിയിരിക്കണം. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും കൂടി ഞാൻ പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇത് നിങ്ങൾ മറന്നുപോകും. മറക്കാൻ കാരണം എന്താ? ഈ മറതി തരുന്നത് ആരാ? സാത്താൻ. പക്ഷെ ദൈവത്തെ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തെ കൂട്ടുപിടിച്ച് ഇതെല്ലാം ഈസിയായിട്ട് നടക്കും. നിങ്ങൾ അറിയില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആരിലൂടെയോ ചെയ്യും. ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുള്ള സമയം പ്രിയമുള്ളവർ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞാൽ നിങ്ങളുടെ കരച്ചിൽ മാറ്റുന്നവരായി. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ നിങ്ങളുടെ കടം വീട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമുള്ള പണം കൊണ്ട് എത്തിക്കും യേശു. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. ഞങ്ങളുടെ പള്ളിയിലെ യൂത്തിലെ മക്കളുമായിട്ട് ഒരുമിച്ച് ഒരിക്കലും കുളച്ചൽ കുഷ്ഠരോഗ ആശുപത്രിക്ക് പോയി. പോയിട്ടുണ്ടോ? കുളച്ചൽ കുഷ്ഠരോഗ ആശുപത്രി ഉണ്ട്. ഇന്നും ഉണ്ടെന്ന് തോന്നും, പക്ഷെ പണ്ട വർഷങ്ങൾക്ക് മുമ്പ്.
അവിടെ ചെല്ലുമ്പോ ഇതുപോലെ ഒരു പള്ളിയാണ്, അവർക്ക് ആരാധിക്കുന്ന ഒരു പള്ളി. എന്റെ പള്ളിയിൽ ഒരു സഹോദരൻ വന്നില്ല, സന്തോഷം, കീബോർഡ് വായിച്ച് പാട്ട് പാടിയപ്പോ സന്തോഷം പറഞ്ഞു, നമുക്ക് കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം, കൈ ഉയർത്തി കൈയടിക്കാം. ഞാൻ അവിടെ നിന്ന് കാണുന്ന സൈഡിൽ നിന്ന് കാണുന്ന കാഴ്ച, എല്ലാരും കൈ ഉയർത്തുന്നുണ്ട്, പക്ഷെ ഈ മുട്ടുവരെ ഉള്ളൂ പലർക്കും. ഇതിന് താഴെ കുഷ്ഠം വന്നിട്ട്, കുഷ്ഠരോഗം വന്നിട്ട് ഇല്ല. ഇതിന് ഇപ്പോഴുണ്ടല്ലോ ഈ കൈപ്പത്തി ഇല്ല, കൈ വിരലൊക്കെ കുഷ്ഠരോഗം വന്ന് മുറിഞ്ഞു പോയി. ഞാൻ അതുകൊണ്ട് പറയുന്നതാ, നല്ല കൈ ദൈവം തന്നില്ലേ, നല്ല കൈ തന്നില്ലേ. ഒരു നാണം വേണമെന്ന് ആദ്യം പറഞ്ഞില്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഇടമാണ് ദേവാലയം. നിങ്ങളുടെ അതുകൊണ്ടാണ് ഓടി വരണേ, അല്ലെങ്കിൽ ഇവിടെ വരത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഇടമാണ് ദേവാലയം. അതുകൊണ്ട് അച്ഛനൊക്കെ ദൈവമായി ചേർന്നത്. ഇവിടെ ഓടി വരുമ്പോ ഒരു നാളം വേണ്ട, കർത്താവിന് പൂർണ്ണമായിട്ട് അവിടെ ഓടണം, പൂർണ്ണ മനസ്സോടെ. അതാ വചനം, പൂർണ്ണ ശക്തിയോടെ. അല്ലെങ്കിൽ പറഞ്ഞ ഉള്ളിന്റെ വഴക്ക്, വീട്ടില് വഴക്കൂടുന്നേക്കാളും ഉച്ചത്തിൽ പറയണം, അതിനേക്കാളും സ്വരം വേണം. നമുക്ക് വഴക്കൂടുമ്പോ നമുക്ക് എങ്ങനെ സ്വരം വരണേ? നമ്മൾ അറിയാതെ വരും, ദേഷ്യം വരുമ്പോ അല്ലേ, ഉള്ളിൽ നിന്ന് ഒരു സ്വരം വരും. ദൈവത്തിന് പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ. മറക്കരുത്, ഞാൻ പറഞ്ഞു, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് അർപ്പിക്കണം ആരാധന. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭവനം പണിയേണ്ടത് മണലിലല്ല. മണലിൽ ഭവനം പണിതാൽ, ഞാൻ ഇടയ്ക്ക് ഞെട്ടിപ്പോയൊരു വാർത്ത കഴിഞ്ഞ ആഴ്ചയിൽ. അയാൾക്ക് എന്ത് പറ്റി? ഞാൻ ചോദിച്ചത്, അയാൾ എന്തിനാ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത്? അയാൾ ആത്മഹത്യ ചെയ്തതാണോ, ആരെയും കൊന്നതാണോ? അവിടെ അമരമുള്ള കാർത്തിക ഗ്രാനൈറ്റ്സ് നടത്തുന്ന ഒരു വ്യക്തി, അയാളുടെ വീട് ഞാൻ ഒരിക്കൽ കണ്ടു. കാരണം അയാളുടെ വീടിന്റെ അടുത്ത് മറ്റൊരു കല്യാണത്തിന് പോകുമ്പോ പട്ടോളയ്ക്ക് സമീപം ഒരു വലിയ കാത്തലിക് പള്ളിയുണ്ട്. ആ പള്ളിയുടെ എതിർവശത്ത് ഒരു സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പോലത്തൊരു വീടാണ്. പുതിയോട് നോക്കും നമ്മൾ ആ വീട് കണ്ട, അത്രയ്ക്ക് വലിയ വീട്, മനോഹരമായി പണിതിട്ടുണ്ട്. എന്ത് നന്നായിട്ടാണ് വീടിരിക്കുന്നത്. ഞാൻ എന്റെ ഏരിയയിൽ ഇങ്ങനെ ഒരു വീട് കണ്ടിട്ടില്ല. മലപ്പുറത്ത് കണ്ടിട്ടുണ്ട്, മലപ്പുറത്ത് ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ള വീട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്റെ ഏരിയയിൽ അങ്ങനെ ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായ വീട് പറയാൻ വയ്യ. പള്ളിക്ക് വേണ്ടി ഒരുപാട് സഹായിക്കുന്നതാണ്. കാത്തലിക് പള്ളിയുടെ ഗേറ്റിന്റെ എതിർവശത്താണ് വീട്. റോഡിൽ ഇപ്പുറത്ത് പള്ളിയുടെ അപ്പുറത്ത് അയാളുടെ വീടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അറിയണോ അയാൾ ആത്മഹത്യ ചെയ്തു. ദൈവമേ, ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാ അയാൾ ആത്മഹത്യ ചെയ്തത്? ഞാൻ പറയുന്നു, മണലിന്മേൽ ഭവനം പണിതാൽ കാറ്റ് വരുമ്പോ, മഴ വരുമ്പോ താഴെ വീഴും. ഒരു ഉറപ്പുമില്ല. എനിക്ക് സത്യം പറയണം, നിങ്ങൾ എന്ത് മനുഷ്യനായിക്കോട്ടെ, അയാളെ പോലെ ഓടിച്ചിട്ട് അറിയില്ല, ഉണ്ടാവും. നമ്മുടെ ഏരിയയിൽ അത്രയ്ക്ക് വലിയ കാശുള്ള ആളായത് ഞെട്ടിപ്പോയി. ഈ അടുത്തിനാ മരിച്ചത്. എല്ലാവരുടെ ചോദ്യത, അയാൾ കൂടെ കുറച്ചാൽ പറമ്പ് വിറ്റാ പോലെ, അല്ലെങ്കിൽ ഈ വീടാൻ വിറ്റാ പോലെ, പോട്ടെ. പക്ഷെ സാത്താൻ സമ്മർദ്ദത്തിലല്ല. സാത്താൻ കുടുക്കിക്കളയും. രക്ഷപ്പെടാൻ പറ്റാതെ സാത്താൻ കുടുക്കിക്കളയും. അതുകൊണ്ടാണ് വീട്ടിൽ അമ്മമാരായിരിക്കുമ്പോ നിങ്ങൾക്ക് സമയമില്ല എങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ കരയണം. രാത്രി മുട്ടുകുത്തി നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. നിങ്ങളുടെ മക്കൾ ഏത് അതിർത്തിയിലായാലും ദൈവത്തിന്റെ ചോരയുടെ സന്തോഷം ഉണ്ടാവും കേട്ടോ. ചുമ്മാ പറഞ്ഞിട്ട് ഞാൻ പോകുകയാണ്. നിങ്ങളുടെ മക്കള് ലോകത്തിന്റെ ഏത് അതിർത്തിയിൽ പഠിച്ചാലും ജോലി ചെയ്താലും നിങ്ങൾ മുട്ടുകുത്തി കരയുമെങ്കിൽ ദൈവത്തിന്റെ ഒരു സംരക്ഷണം, ദൈവം ഒരു വലയം അവർ കുഞ്ഞിന് ചുറ്റുമുണ്ടാവും. നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയൊക്കെ വച്ചിരിക്കുന്ന സ്ഥലം കണ്ടിട്ടില്ലേ, ഫോട്ടോയൊക്കെ ഒരു മഞ്ഞ പ്രകാശം ഉണ്ടാവും ചുറ്റും. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു വലയം ഉണ്ടാവും. ചുമ്മാ പറയല്ല, ഇതൊക്കെ ശാസ്ത്രീയമായിട്ടും പലരുടെ ജീവിതത്തിലും അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ്. ഒരു വലയം ഉണ്ടാവും നിങ്ങൾ മുട്ടുകുത്തി കിടക്കാൻ. പക്ഷെ കരയാൻ ദിവസം ഈ സാത്ത സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിർബന്ധപൂർവ്വം ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. നിർബന്ധപൂർവ്വം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഈസിയാവും. വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കും. മണലിന്മേൽ ഭവനം പണിതാൽ കാർത്തിക ഗ്രാനൈറ്റ്സിനെ മുതലാളി ജീവനൊടുക്കി തൂങ്ങി മരിച്ചു എന്നാണ്. തൂങ്ങി മരിച്ചു. ചെറിയ പ്രശ്നങ്ങൾ, നിസ്സാര കാര്യം വരുമ്പോ ബ്ലൈഡ് എടുത്തിട്ട് കുഞ്ഞുങ്ങൾ മുറിക്കാൻ, എവിടെ ഞരമ്പ് മുറിക്കാൻ അറിയില്ല. നിങ്ങൾ 2-3 മിനിറ്റ് തീരുന്നേ ജീവൻ. ഈ കയറ് തൂങ്ങിയാലേ 3 മിനിറ്റ് തീരും. ഇതിനപ്പുറം എന്താണെന്ന് കുഞ്ഞിന് അറിയില്ല, അല്ലെങ്കിൽ ആ ചേട്ടൻ അറിയില്ല. അത്രയും അറിവ് അവർക്ക് കിട്ടിയില്ല. ഹല്ലേലൂയ, സ്വർഗ്ഗപ്രതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇനിയൊരു ഭാഗം ചിന്തിക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം
അവിടെ എഴുതിയിരിക്കുന്നത് ഒരു ഭാഗം 16-ാം അധ്യായം 31-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്ന വചനം, കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് അതിജോഷി സ്നേഹമുണ്ടോ? വിശ്വാസമുണ്ടോ? എന്താ ചെയ്യും? ഉറപ്പാണ്, ഉണ്ട്. യേശു വിശ്വസിക്കുന്നു. യേശു എന്ത് ഈ പള്ളി പൊളിഞ്ഞു വീണാലും എന്റെ യേശു രക്ഷിക്കും. ഇപ്പം ഇറാനുണ്ട് ബോംബിട്ടത്, മക്കളെ ബോംബ് വീഴാൻ പോകും പള്ളിയുടെ റോഡിൽ. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ഇരിക്കോ? പള്ളിക്കുള്ളിൽ ഇരിക്കോ? ഓടി രക്ഷപ്പെടാന്ന് പറയും. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, മരണം എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മളെല്ലാവരും മരിക്കും, അല്ലേ? ജീവനോടെ ഇരിക്കോ? ഇല്ല, നമ്മളെല്ലാവരും മരിക്കും. സമയമാകുമ്പോൾ മരിച്ചിരിക്കും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. പക്ഷെ നേരത്തെ ആവും, പക്ഷെ താമസിക്കാവും. ഞാൻ പലരോടും പറയും, ഒരു നന്മ ചെയ്തിട്ട് മരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതെന്നേ. പലരും ജീവിക്കണമെന്നറിയോ? എന്ത് നല്ല മനുഷ്യനെന്നറിയോ? ആർക്കും ഒരു ഉപദ്രവമില്ല, ആർക്കും ഒരു ഉപദ്രവമില്ല. എന്ത് നല്ല മനുഷ്യനെന്നറിയോ? ഞാൻ ചോദിക്കും, ഉപകാരമുണ്ടോ? ഉപകാരമുണ്ടോ? യേശു പറയും, ഇവരെ പോലെ ഒരു വേസ്റ്റിനെ ഞാൻ ഈ ഭൂമി ആക്കിയെന്ന് പറയും. ഇവരെ പോലെ ഒരു വേസ്റ്റ് യേശു പറയും. യേശു പറയുന്നല്ല, കുരിശിൽ കാണുന്നത് കഷ്ടപ്പാടില്ലാത്തൊരു ജീവിത ക്രിസ്തീയ ജീവിതത്തിലില്ല. നിങ്ങൾക്കൊരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് വേണം? യേശുവിനെ ക്രൂശിച്ച് വെച്ചു. നന്മ ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് പറയണം. സോമി പറയും, നന്മ ചെയ്തത് കിട്ടും. നന്മ ചെയ്താൽ എന്ത് കിട്ടും? നല്ലത് കിട്ടും, അല്ലേ? അല്ലേ? നന്മ ചെയ്ത അടി കിട്ടുക. ചോദിച്ചു നോക്കി, എവിടത്തെ അനുഭവിച്ചു തന്നെ ആയിരിക്കും. നന്മ ചെയ്ത അടി കിട്ടും, ഉറപ്പാ. പണ്ട് ദേശീയ സ്ത്രീയെ ചന്തയിൽ കൊണ്ടുവന്ന് കല്ലെറിയാൻ പറഞ്ഞു. യേശു തറയിൽ കൈവരങ്ങളോട് വരച്ചുകൊണ്ടു, അല്ലേ? അപ്പൊ യേശു ചോദിച്ചു, ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങളെ പാവങ്ങളെ തന്നെ അറിയണം. ഇന്ന് കല്ലെറിയും എങ്ങനെയെന്നറിയോ? കല്ലെറിയും വാക്കുകളിലൂടെ വളഞ്ഞിട്ടെറിയും. ശരിയല്ലേ? ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നത്. യേശു ചുമ്മാ പറഞ്ഞു പോയതല്ല, ഈ ശിഷ്യന്മാരെ അനുഭവിച്ചുകൊണ്ട് പറഞ്ഞ ജീവിതത്തിൽ ഓരോ നിമിഷവും യേശുവിനെ അനുഭവിച്ചുകൊണ്ട് അവർ പറഞ്ഞ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കർത്താവായ യേശുവിൽ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം, പൂർണ്ണ ശക്തിയോടുകൂടെ ആയിരിക്കണം. ആംബുലൻസ് ബാലഭവനം കടന്നു പോയതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം ദൈവം കടത്തിവിടും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒരു പോലും വെക്കാതെ നിങ്ങളുടെ കടത്തിവിടും. മാത്രമല്ല, ഏറ്റവും വലുതെന്നറിയോ? മരണം സംഭവിക്കുമ്പോ അടുത്ത പടിവാദങ്ങൾ യേശു നിൽക്കും. അവിടെ യേശു മാത്രമേ ഉണ്ടാവും, വേറെ ആരും കാണൂല. നിങ്ങൾ IC യൂണിറ്റിൽ പോകുമ്പോ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരടുത്ത് കിടന്നവരടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരും. നിങ്ങൾ രോഗിയായ IC യൂണിറ്റിൽ കയറത്തില്ലേ? IC കിടന്നിട്ടുണ്ടാരെങ്കിലും IC യൂണിറ്റിൽ അല്ലേ? ആണോ? ദൈവത്തില്ല. ആ സിംഗ് പോകും IC യൂണിറ്റിൽ കിടന്നിട്ടുണ്ടോ? ദിവസം കിടന്നിട്ടുണ്ട് IC യൂണിറ്റിൽ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കഴുത്തിൽ നിങ്ങളുടെ ചെവി കിടക്കുന്ന കമ്മലിന്റെ ഊരി പുറത്തേക്ക് കൊടുക്കും. നിങ്ങൾ സന്തോഷമായിട്ട് വളരെ കഷ്ടപ്പെട്ട് വാങ്ങി ഇട്ട സ്വർണ്ണ മാലയില്ലേ, അതിനെ ഊരി പുറത്ത് നിൽക്കുന്ന ആരുടെയൊക്കെ കൊടുക്കും. ബന്ധുക്കളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ തള്ളി IC യൂണിറ്റിൽ ആക്കും. നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തവരായിരിക്കും നിങ്ങൾ നോക്കാൻ വരണം. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവരായിരിക്കും നിങ്ങളെ കാണാൻ വരണേ. സിസ്റ്റേഴ്സ്, ഡോക്ടേഴ്സ്. അറിയുമോ നിങ്ങൾക്ക്? എത്രയും കൂട്ടുകാരുണ്ടായിരുന്നു, എത്രയും സഹോദരൻ. എന്റെ അമ്മയുണ്ടായിരുന്നു, എന്റെ അപ്പനുണ്ടായിരുന്നു. ആർക്കും അകത്ത് പോലും കയറാൻ പറ്റത്തില്ല. ഓർമ്മിക്കണം, നിങ്ങൾ ഓർമ്മിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ IC യൂണിറ്റിൽ നിങ്ങൾ മാറ്റപ്പെട്ടാൽ, ജീവൻ നഷ്ടപ്പെട്ടാൽ, ആ നിങ്ങളുടെ പടിവാതിലത്തിന് അപ്പുറത്തുണ്ടല്ലോ, ഈ വാതിലിന്റെ അപ്പുറത്ത് നിങ്ങളുടെ കൈ കൊടുത്തോട് ഷേക്കിന് തരാൻ നിൽക്കും. ആരെന്നറിയോ? എന്റെ യേശു. അവിടെ യേശു മാത്രമേ ഉണ്ടാവൂ, മറക്കരുത്. ഈ സത്യം പലർക്കും അറിയില്ല. അവിടെ യേശു മാത്രമേ ഉണ്ടാവൂ നിങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ കുഴിമാടത്തിന് അപ്പുറത്തേക്ക് കടന്നു വരുന്നവൻ യേശു. ഈ യേശു അതുകൊണ്ടാണ് ഈ ഭൂമി ജീവിച്ചിരിക്കുക മുറുകെ പിടിക്കുമെന്ന് പറയണേ. യേശുവിനെ മുറുകെ, യേശുവിനെ IC യൂണിറ്റിൽ കിടന്നിട്ട് ഇനി ഞാൻ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കാം, നടക്കത്തില്ല. എന്തറിയോ? ഒരു മരം ഉണ്ടല്ലോ, വൃക്ഷം, വലിയ ആഞ്ഞിലി മരം. അയണിമരമില്ല, ആഞ്ഞിലി മരം, വലിയ ആഞ്ഞിലി മരം. ആഞ്ഞിലി മരം എങ്ങോട്ട് ചരിഞ്ഞ് നിൽക്കുന്നുവോ കാറ്റടിക്കുമ്പോ അവിടെ വീഴും. മറക്കരുത്. ആഞ്ഞിലി മരം എങ്ങോട്ടാണോ ചാഞ്ഞ് നിൽക്കണേ, വലിയ കാറ്റടിക്കുമ്പോ അവിടേക്ക് വീഴും.
നിങ്ങളുടെ ജീവിതം ഭൂമിയിലായിരിക്കുമ്പോ എങ്ങോട്ടാണോ നിങ്ങൾ ചാഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ടേ വീഴൂ. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോ നന്മ ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ അർപ്പിക്കുവാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ യേശു കൂടെ ഉണ്ടാകും. അതിനാ കുരിശ് കിടന്നു പറയണേ. ക്രൂശിൽ ഒഴുകിയ ചോരാതാ അല്ലെ. ഈ കൈ കുറച്ച് ഞരമ്പ് മുറിച്ച് കളയുമ്പോ വെള്ളത്തിനടി വെക്കുകയോ വെറുതെ കിടക്കുകയോ ചെയ്യുമ്പോ രക്തം ഇങ്ങനെ ഒഴുകും, ഇങ്ങനെ പാട പോലെ കെട്ടി കിടക്കും. ഞാൻ പാഠശാല ഓഫീസിൽ ജോലി ചെയ്യുമ്പോ ഒരിക്കലും നെടുവാനുള്ള സ്ഥലത്ത് ഒരു ആത്മഹത്യ നടക്കുമ്പോ പെട്ടെന്ന് സപ്ലൈ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ വൈദ്യുതിയുമായിട്ടുള്ളത് തടസ്സമുണ്ട്. പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ കയറുമ്പോ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ട്. രക്തം തടഞ്ഞിട്ട് ആ മുറി മുഴുവൻ ചോരയാണ്. ഇപ്പൊ ഞാൻ കരുതി പ്രസംഗിക്കാൻ നിൽക്കുമ്പോ കരുതും എന്റെ യേശുവിന്റെ രണ്ട് കൈയിലും രണ്ടാണി, രണ്ട് കാലുകൾ ചേർത്ത് വെച്ച ഒരൊറ്റ ആണി. എന്തുമാത്രം ചോര അവിടെ കട കെട്ടിയിട്ടുണ്ടാവും. എന്തുമാത്രം ചോര അവിടെ കെട്ടിയിട്ടുണ്ടാവും. ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നത് ഈ ചോരയാണ്. മറക്കരുത്, ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നത് ഈ ചോരയാണ്. നിങ്ങളുടെ ആവശ്യഘട്ടങ്ങളിൽ നിങ്ങൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോ യേശുവിന്റെ ചോര ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. യേശുവെ, അങ്ങയുടെ രക്തത്താൽ എന്നെ ഈ സമയം മുദ്രയിട്ട് കാവൽ ചെയ്യണം. പ്രാർത്ഥിക്കണം. ശക്തിയുള്ള പ്രാർത്ഥനയാണ്. യേശുവിന്റെ ചോരയ്ക്ക് ഭയങ്കര ശക്തിയുള്ളൂ. ഒരു സാധാരണ തൊടാൻ വരില്ല. യേശുവിന്റെ രക്തത്തിന് വളരെ ശക്തിയുള്ളൂ. വെറുതെ പറഞ്ഞു പോവുകയല്ല. യേശുവിന്റെ ചോര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവരുടെ ജീവിതത്തിലെ ഒരു സംരക്ഷണത്തിന്റെ കവചം, സംരക്ഷണത്തിന്റെ വലയം തീർത്തിട്ടുണ്ട്. എന്റെ മകൾ ദൂരെ പഠിക്കുക, എന്റെ യേശുവിന്റെ ചോരയാണ് അവളെ മുദ്രയിട്ട് കാവൽ ചെയ്യണമേ. എന്റെ മകൾ ദൂരെ ജോലി ചെയ്യുക. കർത്താവെ, എന്റെ മകൾ ഒരു അപകടവും വരുത്താതെ, ഒരു അപകടത്തിലും വിടാതെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവമേ ഒരു യേശുവിന്റെ ചോരയുടെ സംരക്ഷണത്തിന് വലയം ചെയ്യണമേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മകൻ മരിച്ചതായിട്ട് കേട്ടു. 23-24 വയസ്സ് പ്രായമുള്ള ഒരു നല്ല മകൻ. അവൻ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നെടുമങ്ങാട് വെച്ച് അപകടത്തിൽ മരിച്ചതായിട്ട് അറിഞ്ഞു. പ്രിയമുള്ളവരെ, അപകടത്തിൽ മരിക്കുന്നത് അസ്വാഭാവികമാണ്, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ മക്കൾ പുറത്തേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ആ സംരക്ഷണത്തെ കവചം തീർക്കാൻ കഴിയും. ഹല്ലേലൂയ. സമയം കണ്ടെത്തണം. അടുത്ത തലമുറ ഈ ഭൂമിയിൽ ചെയ്യേണ്ട എന്തെങ്കിലും അതിനുവേണ്ടി ഒരുക്കിയെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-5 അവിടെ എഴുതിയിരിക്കുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയാ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. അതാ പൗലോസും ശീലാസും അവിടെ കാണിച്ചു കൊടുത്തേ അല്ലേ. ഞാൻ പറഞ്ഞു, നല്ലത് ചെയ്യാൻ കിട്ടും, അടികിട്ടും. നല്ലത് ചെയ്യാൻ അടികിട്ടും, ഉറപ്പാണ്. നന്മ ചെയ്യാൻ പോകുമ്പോ പ്രിയമുള്ളവരെ അവിടെ ഒത്തിരി തിന്മശക്തികളും നിങ്ങൾ ആക്രമിക്കാൻ പറ്റും. നന്മ ചെയ്യാൻ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അവിടെ തിന്മശക്തികൾ കൂട്ടങ്ങളിൽ പെടും. തിന്മശക്തി ഇഷ്ടപ്പെടത്തില്ല. തിന്മശക്തി വളരാൻ പെടത്തില്ല. മുരടിച്ച ശ്രമിക്കും, വളരത്തില്ല. നമ്മുടെ ജീവനിലെന്ന് പറയുന്നത് എന്താ? വളരുന്നത് മാത്രമേ ജീവനുള്ളതായിട്ടുള്ളൂ. ഹല്ലേലൂയ. പൗലോസും ശീലാസും എന്നും പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രസംഗിച്ചിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യണം. പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് നടന്നു പോകുമ്പോ ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ, ഭാവി പ്രവേശിക്കുന്ന ഒരു സ്ത്രീ, അവിടെ സാത്താൻ കൂടി കൊടുക്കുന്നു. മറ്റൊരു സാത്താനുണ്ട്, സാത്താൻ സേവയുണ്ട്. അറിയോ നിങ്ങൾക്ക്? സാത്താൻ ആരാധിക്കുന്ന ഇടങ്ങളുണ്ട്, സാത്താൻ ആരാധിക്കുന്ന ആലയങ്ങളുണ്ട്. അവര് കോഴിക്കോട് ഒരു സഹോദരൻ പറഞ്ഞത്, സാത്താൻ ആരാധിക്കുന്ന ആലയത്തിൽ ആരാധന രീതി പറഞ്ഞു. അയാൾ പറഞ്ഞത്, കത്തോലിക്ക പള്ളികളിൽ ഈ വൈദികർ വാഴ്ത്തുന്ന അപ്പം ഉണ്ടല്ലോ, തിരുവത്താഴ ശുശ്രൂഷ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ഈ തിരുവത്താഴ ശുശ്രൂഷയുടെ അപ്പം എടുത്ത് അൾത്താരിൽ വാഴ്ത്തുന്ന ഈ അപ്പം മോഷ്ടിക്കാൻ വേണ്ടി സാത്താൻ ആരാധിക്കുന്ന ആരാധനയുടെ കൂട്ടത്തിലുള്ള ഒരുവരും അവര് ആലയത്തിൽ കടന്നു വന്നിട്ട് അച്ഛനിങ്ങനെ തിരുവത്താഴം കൊടുക്കുമ്പോ വരിയായിട്ട് കടന്നു വന്നിട്ട് ഈ വരിയിലുണ്ടാകും. വന്നിട്ട് ഈ അപ്പം കയ്യിൽ വാങ്ങിട്ട് പോകും. വാങ്ങി കഴിക്കത്തില്ല. പലപ്പോഴും കത്തോലിക്ക പള്ളിയിൽ പോയതൊക്കെ അറിയാം. ഈ അപ്പം കഴിപ്പിച്ചിട്ട് അച്ഛൻ വിടുവാണ്. വായിൽ കുറച്ച് നോക്കും. കൊടുത്ത ശേഷം നമ്മുടെ പള്ളിയിലും അങ്ങനെ തന്നെ അല്ലെ, അച്ഛൻ കൊടുത്തു പോകുമ്പോ നോക്കൂ. ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയി സാത്താൻ ആരാധിക്കുന്ന ആലയങ്ങളിൽ കൊണ്ടുകൊടുക്കുമ്പോ അവർക്ക് ഒത്തിരി പണം കൊടുക്കും. പക്ഷേ ഞാൻ പറയുന്ന ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. സാത്താൻ ആരാധിക്കുന്ന ആലയത്തില് നമ്മൾ കടയിൽ നിന്നും ഈ അപ്പം വാങ്ങാൻ കിട്ടും അല്ലെ, പല കടകളിലും കിട്ടും. ഈ അപ്പം കടയിൽ പോയി വാങ്ങിയോടെ കൊണ്ട് കൊടുത്താൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അത് സ്വർണം. യേശു ഒരല്പമായ വസ്തുവിലൂടെ പ്രവർത്തിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യത്തുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റണേ. നമ്മുടെ പള്ളിയിലെ കർത്താരം വെച്ച തിരുവത്താഴം തരുമ്പോൾ വളരെ ഭയഭക്തിയോടെ നമ്മൾ വാങ്ങി കഴിക്കണം. യേശുവിന്റെ സാന്നിധ്യമുണ്ട്. ചുമ്മാ പറയുകയല്ല, യേശു പറഞ്ഞ് യേശു തന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസും
ശീലാസും വിളിച്ചു പറഞ്ഞു, ഇത് അത്യുന്നതന്റെ പുത്രന്മാർ എന്ത് ലക്ഷണം പറയുന്ന സ്ത്രീ വിളിച്ചു പറഞ്ഞു. ആ സമയം പൗലോസും ശീലാസും തിരിഞ്ഞു നിന്നിട്ട് അവിടെയുള്ള ദുർഭൂതത്തെ ശാസിച്ചു. ഹല്ലേലൂയ. ആ നിമിഷം അവളുടെ സാത്താന്റെ ശക്തി അവിടെ നിന്ന് വിട്ടുപോകും. പ്രിയമുള്ളവരെ, വിട്ടുപോകുന്ന സമയത്ത് അവൾ ആരാണ് അവിടെ കൊണ്ട് ഇരുത്തിയിരുന്നത്? ഭിക്ഷാടനക്കാരുടെ തരത്തിലാണ് അല്ലെ. അതിന്റെ പിന്നിൽ ഒത്തിരി പേരുണ്ടാവും. യജമാനന്മാർ, അവരെ കൊണ്ടിരുത്തുന്നവർ, ഭിക്ഷ പിരിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും പിരിച്ച് അവരുടെ കൈ കൊണ്ടുപോയി കൊടുക്കണം. അത് ശമ്പളം കൊടുക്കുമോ? ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ വരാറില്ലേ പലരും അല്ലെ? വീട്ടിലെല്ലാം വരും. എങ്ങനെ വരണവര്? ഒരു മകളുടെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞിട്ടാ വരണേ. ഒരു അമ്മച്ചി, ഞാൻ ചോദിച്ചു, ഇങ്ങനെ ക്രോസ് ചെയ്തിരിക്കാം. അപ്പുറത്ത് എന്റെ വീട് ഈ കോടകരയ്ക്ക് സമീപമാണെന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ ജോലി വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ പല വീട്ടിൽ പോയി എന്റെ മകളുടെ കല്യാണമാണ് സഹായിക്കണമെന്ന് പറഞ്ഞ് അറിയുന്ന രീതി എത്രയോ വർഷത്തിന് ശേഷവും. അപ്പൊ ഞാൻ മറ്റൊരു ബന്ധു വീട്ടിൽ വെച്ച് കാണുമ്പോൾ ചോദിച്ചു, അമ്മച്ചിയുടെ മോളുടെ കല്യാണത്തിൽ നടന്നില്ലേ? തിരുമല ചുമടത്തൊക്കെ വരും. ഇവിടെ എല്ലാ വീട്ടിലും പോകുന്നു. കള്ളത്തരത്തിൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ. അത്തരത്തിൽ ഈ സ്ത്രീയെ കൊണ്ടിരുത്തിയിരുന്ന മനുഷ്യർ ആ സമയം ഓടി വന്നു. വചനം പറയുക, പൗലോസിനെ ശീലാസിനെ വസ്ത്രം വലിച്ചു കീറി അവിടെ എന്ന് പറയുമ്പോ മേൽഭാവം ഷർട്ടൊക്കെ വലിച്ച് കീറിയിട്ടുണ്ടാവും. കീറിയിട്ട് അവിടെ കയ്യിലുണ്ടായിരുന്ന കമ്പിയും വടി വെച്ചു ശരിക്കും അടിച്ച് റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയ അടിച്ച് അവർക്ക് നടക്കാൻ പറ്റാത്ത തരത്തിലെത്തി റോഡിലൂടെ. എന്തിനു വേണ്ടിയാ അടികൊണ്ട് എന്തിനു വേണ്ടിയാ? യേശുവിന്റെ വചനം പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ വചനം പറയുമ്പോൾ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതല്ലേ? അടികൊള്ളൂ. അതാ സുവിശേഷം. വലിച്ചിഴച്ചു കൊണ്ടുപോയി തടവറക്കുള്ളിലാക്കി. അവിടെ നമ്മളെ കാണേണ്ടേ. യേശു ഉള്ളിലുണ്ടെങ്കിൽ കാണേണ്ട അത്ഭുതം അവിടെയാണ്. പ്രിയമുള്ള തലവറയ്ക്ക് ഉള്ളിലാക്കി തടവറയ്ക്കുള്ളിൽ അവരെ കൂട്ടി. അനുസരിച്ച് ഒത്തിരി പറയാൻ സമയമില്ല. ആ വാതിലൊക്കെ അടച്ചു, കാലും കയ്യിൽ വിലങ്ങൊക്കെ അടച്ചു. അവരെന്ത് ചെയ്തു? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെന്ത് ചെയ്തു? അവരിങ്ങനെ ദൈവത്തെ പാട്ട് പാടി സൂക്ഷിച്ചു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നിലവിളിച്ച് കരയും, പ്രാകും, അവരെ അല്ലെ ചീത്ത പറയും. നമ്മൾ ചെയ്യണം. അവരെന്ത് ചെയ്തു? ഞാൻ നിങ്ങൾക്കും ഈ രാത്രി പറഞ്ഞിരുന്ന കാര്യം, നിങ്ങളുടെ ബന്ധനത്തിന്റെ അവസ്ഥയിൽ മറ്റുള്ളവർ നിങ്ങളെ കെണിയിൽ അകപ്പെടുമ്പോ നിങ്ങൾക്ക് നോക്കാൻ ഒരേ മനുഷ്യനുണ്ടാവും. ഒരേ ഒരു മനുഷ്യനെ നിങ്ങൾ നോക്കാവൂ. ഒരേ ഒരു ദൈവമേ നിങ്ങൾക്കുള്ളൂ. മനുഷ്യന്റെ ദൈവമായ എന്റെ യേശു. മനുഷ്യന്റെ ദൈവമായ യേശു. അവർ മോളിലേക്ക് നോക്കി, മറ്റാരെയും നോക്കിയില്ല. അടഞ്ഞിടക്കുന്ന വാതിൽ നോക്കിയില്ല, കെട്ടപ്പെട്ട കയ്യിൽ നോക്കിയില്ല, ഒന്നിനും നോക്കിയില്ല. അവർ നോക്കി ഒരൊറ്റ സ്ഥലത്ത്. ഈ രാത്രിയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നോക്കാൻ ഒരൊറ്റ ഇടമേ ഉള്ളൂ. അതെവിടെയാ? യേശുവിന്റെ സന്നിധി. അവർ യേശുവിലേക്ക് നോക്കി. യേശു എന്ത് ചെയ്തു? അത്ഭുതം ചെയ്തു. അത് നമ്മുടെ ബുദ്ധിക്കപ്പുറം. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച അപേക്ഷ നടക്കത്തില്ലേ? ബുദ്ധിക്കപ്പുറം. നമ്മൾ ചോദിക്കുന്നത് എങ്ങനെ അടഞ്ഞിടക്കവ തനി എങ്ങനെ തുറക്കുക? അതാ അത്ഭുതം. ദൈവം ചെയ്ത ഇതാണെന്ന്. യേശു നിങ്ങളുടെ ദൈവം ചെയ്തിരുന്ന ഇതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ചേട്ടൻ പറഞ്ഞത്, അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് പോകണം. അയാളുടെ വിസ ശരിയായിട്ടില്ല. കൂടെ നിന്നാ പലരും പറഞ്ഞു, നിങ്ങളുടെ വിസ ശരിയാവാതില്ല, കിട്ടത്തില്ല നിങ്ങൾക്ക്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ ഇന്നൊരു ആൾ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമില്ല, നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, ഉദ്ദേശിക്കുന്ന പണം അക്കൗണ്ടിൽ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, അടുത്തുനിന്ന് ആള് വിളിച്ചിങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു അടുത്ത സുഹൃത്ത് ഇതേപോലെ മോനട വിഷമിക്കേണ്ട, അടുത്തൊരു ചാൻസ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അതേപോലെ 15 ദിവസം കഴിയുമ്പോ ഈ പറഞ്ഞവർക്ക് ആർക്ക് വിസ കിട്ടിയില്ല, ഇയാൾക്ക് മാത്രം കിട്ടി. ആശ്വസിപ്പിച്ച ആളില്ലേ, അയാളെ തിരിച്ച് ആശ്വസിപ്പിച്ചു. വേറെ കുഴപ്പമില്ല, എനിക്ക് വിസ കിട്ടി. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസവും സമ്പത്തും ദൈവത്തിന് പ്രശ്നമല്ല. ദൈവം കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച് യൂറോപ്പിൽ കൊണ്ടുപോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടഞ്ഞു കിടന്ന വാതിൽ തുറന്ന് പൗലോസും ശീലാസും സുഗന്ധരായി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതാ കാവൽക്കാരൻ ഞെട്ടി വിറച്ചു നിൽക്കുന്നു. ചോദിച്ചു, യജമാനന്മാരെ വിളിക്കുന്നതായ പൗലോസിനെ ശീലാസിനെ, യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? പൗലോസും ശീലാസും ഈ രാത്രി നിങ്ങളോട് പറയുന്നു, കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്ക് എഴുന്നേറ്റിരിക്കാമോ? സമയം ഒട്ടുമില്ല. എഴുന്നേറ്റിരിക്കാം. നിങ്ങൾ കണ്ണൊക്കെ അടയാതെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാവോ? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശു വിളിക്കാം. ചുമ്മാ വിളിച്ചാൽ പോലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കൊച്ചുമക്കൾ ഉൾപ്പെടെ നിങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളില്ലേ,
ദൈവം ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൊച്ചു മക്കൾ കത്തിയെടുക്കാൻ പോകുമ്പോൾ നമ്മൾ അനുവദിക്കത്തില്ല. പിച്ചാത്തികൾ മക്കളെ മുറിയും, സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മളോട് ചോദിക്കരുത്. കൂടെ പറഞ്ഞ കൊച്ചു കുട്ടികളുണ്ടല്ലോ, അടുപ്പിൽ തീക്കനൽ കാണുമ്പോൾ കുഞ്ഞിനെ അറിയത്തില്ല, കുഞ്ഞ് തീക്കനൽ എടുക്കാൻ പോകും. അമ്മയും അപ്പനും കൈ തട്ടി മാറ്റും. കാരണം കുഞ്ഞിന്റെ കൈ പൊള്ളിപ്പോകുന്നത് അപ്പനും അമ്മയ്ക്ക് അറിയാം. എന്റെ മക്കളോടും ഞാൻ പറയുന്ന കാര്യം, നിങ്ങളുടെ കൈ പൊള്ളുന്ന കാര്യം യേശു തരത്തില്ല. നിങ്ങൾക്ക് ഇന്ന് വരെയുള്ള കാര്യമേ, ജീവിതത്തിലെ കാര്യമേ നിങ്ങൾക്ക് അറിയൂ. ഇന്നലെ ഉള്ളതും നിങ്ങൾക്ക് അറിയാം, പക്ഷെ നാളെ ഉള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ല. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. അയാളുടെ പേരാ യേശു. അയാളുടെ പേരാ യേശു. നിങ്ങളുടെ നാളത്തെ കുറിച്ച് അറിയുന്നവർ. ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയൂ, നാളത്തെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ രണ്ട് കൈ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണമായി ഉടക്കി. ഇടക്കിടയ്ക്ക് കണ്ണിങ്ങനെ പൊളിക്കണ്ട. വിട്ടുപോലെ അങ്ങനെ കണ്ണ് പൊളിച്ച് നോക്കണ്ട. അടുത്ത് ആലോചിക്കുന്നത് നോക്കണ്ട. നിങ്ങളുടെ കണ്ണ് ഇടക്കിടയ്ക്ക് തുറന്ന് നോക്കണ്ട. ഈ ബൾബ് ഇങ്ങനെ കത്തി അണയും പോലെ വെറുതെ ഇങ്ങനെ കൺപോടെ തുറക്കണ്ട. നിങ്ങൾ ഇപ്പൊ നോക്കേണ്ട യേശുവിനെ ഒരു 5 മിനിറ്റ് മാത്രം ആത്മാർത്ഥമായിട്ട് യേശുവിനെ നോക്കാവൂ. ആത്മാർത്ഥമായിട്ട് യേശുവിനെ വിളിക്കാവൂ. ആയതുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഈ രോഗം വരുമെന്ന്. അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരാൻ പോകുന്ന രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം ഇല്ലായ്മ ചെയ്യും. ഒരു പക്ഷേ നാളത്തെ ദിവസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യേശു അനുവദിക്കാൻ പോകുന്ന രോഗം ഉണ്ടാകും. ആ രോഗം ഇപ്പോൾ യേശു എടുത്തു മാറ്റും. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ സ്വസ്ഥമായി സന്തോഷകരമായി ജീവിക്കുവാൻ യേശു നിങ്ങൾ അനുവദിക്കുക. കാരണം ഇപ്പൊ നിങ്ങൾ വിളിക്കണം. നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോ, നിങ്ങൾക്ക് സുഖമുള്ളപ്പോ യേശുവേ നിലവിളിക്കണം. യേശുവേ നിലവിളിക്കണം. അടുത്ത് ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഒരു നാണോ വേണ്ടതേ നിങ്ങൾക്ക്. എന്റെ യേശു ഒരു വ്യക്തിയാണ്. എന്റെ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. എന്റെ യേശു നിങ്ങളുടെ കഷ്ടപ്പാടിൽ, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ കടഭാരത്തിൽ, നിങ്ങളുടെ വീടില്ലാത്ത അവസ്ഥയിൽ, നിങ്ങളുടെ മക്കളില്ലാത്ത അവസ്ഥയിൽ യേശു ഇറങ്ങി വരും. കർത്താവ് വിളിക്ക്, നിലവിളിക്ക്. കർത്താവിനെ കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് യേശുവിനെ വിളിക്ക്. എന്റെ യേശുവേ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരണേ. ഹൃദയം പൊട്ടി വിളിക്ക്. വളരെ ശക്തിയോടെ യേശു പറഞ്ഞു, വളരെ ആത്മാർത്ഥതയോടുകൂടി, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ എന്നെ വിളിക്കുന്നവരിലേക്ക് ഞാൻ വരും. ഹൃദയം നുറുങ്ങിയവർക്ക് ഞാൻ അടുത്ത സമീപസ്ഥനാണ്. എന്റെ യേശു നിങ്ങളുടെ അരികിലാണ്. നിങ്ങളുടെ ആവലാദികൾ എടുത്തു മാറ്റാൻ, നിങ്ങളുടെ കഷ്ടപ്പാട് എടുത്തു മാറ്റാൻ, നിങ്ങളുടെ വേദനകളിൽ നിങ്ങൾ ജീവിക്കുന്ന നാളൊക്കെ സന്തോഷകരമായി ഏത് കഷ്ടപ്പാട് വന്നാലും, ഏത് വേദന വന്നാലും അതിന്റെ മധ്യത്തിൽ സന്തോഷകരമായി നിലനിർത്തുന്ന ഒരു ദൈവം നിങ്ങളുടെ അരികിൽ ഇപ്പോൾ 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുവോ അവിടെ മധ്യത്തിൽ കടന്നു വരാവുന്ന ദൈവം നിങ്ങളുടെ അരികിൽ നിൽപ്പുണ്ട്. യേശുവിനെ എന്റെ ജീവിതത്തിൽ ഇടപെടണമേ, എന്റെ പ്രശ്നങ്ങളിൽ കടന്നു വരണമേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. യേശുവേ, യേശുവാകുന്ന പാറമേൽ എന്റെ ഭവനം പണിയുവാൻ ഒരുക്കണമേ. 1 കൊരിന്ത്യർ 10-1 പറയുക, പാറയാകുന്ന യേശു, പാറയാകുന്ന യേശുവിന്റെ മേൽ ഭവനം പണിയണം. യേശു പാറയാണ്. പ്രിയമുള്ളവരെ, ഈ പാറ യേശുവാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങളുടെ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ പ്രകാശം കൊടുക്കാൻ കടന്നു വന്നവരാ. നിങ്ങൾ മറ്റുള്ളവർക്ക് മധുരം കൊടുക്കാൻ കടന്നു വന്നവരാ. യേശു പറഞ്ഞു, അത് ചെയ്തിട്ടേ നിന്ന് മാറ്റപ്പെടാവൂ ഈ ഭൂമിയിൽ നിന്നും. എന്റെ മക്കളാ നിങ്ങൾ. യേശുവിനെ സർവ്വ ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഈ മക്കളിലേക്ക് കടന്നു വരണമേ. അങ്ങ് അഗ്നിയായി, അങ്ങ് കാറ്റായി എന്റെ ദൈവം കടന്നു വരണമേ. മക്കളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കണമേ. കർത്താവിന്റെ കൃപയും മക്കളോട് കൂടെ ഇരിക്കണമേ. ദൈവം വഴി നടത്തണമേ. ഈ ആലയത്തിലെ എല്ലാ സംവിധാനങ്ങളെയും സമർപ്പിക്കുന്നു. അച്ഛനെ സമർപ്പിക്കുന്നു. നാളെ നടക്കുന്ന വാർഷികാഘോഷത്തെ സമർപ്പിക്കുന്നു. ഉച്ചഭക്ഷണത്തെ സമർപ്പിക്കുന്നു. ഒന്നിനും കുറവില്ലാതെ എല്ലാം ഭംഗിയായി ചന്തമായി ചെയ്തു കൊടുക്കുവാൻ എന്റെ ദൈവം സഹായിക്കണമേ. ഇന്ന് പാട്ടുപാടിയവരെ, ഉപകരണങ്ങൾ വായിച്ചവരെ, കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇവിടേക്ക് വന്നവരെ, കർത്താവ് കഠിനമായി ജോലി ചെയ്യുന്നവരെ, അവരൊക്കെ കർത്താവ് ആ ജോലിക്ക് ശേഷം ഓടി വരുവാൻ എന്റെ ദൈവം ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന ആഗ്രഹത്തോടെ, പ്രത്യാശയോടെ ഓടി വരുവാൻ എന്റെ മക്കളെ ദൈവം സഹായിച്ചതിനോട് നന്ദിയപ്പ. ദൈവം അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഈ ആരാധനയ്ക്ക് കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം വരാൻ പറ്റാത്ത എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. കുടുംബത്തിലായിരിക്കുന്നവർ, വയ്യാണ്ടിരിക്കുന്നവർ, അവരെയൊക്കെ സുഖപ്പെടുത്തണമേ കർത്താവേ. യേശു നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവേ.